അയാളൊരു പിച്ചൽ വിദഗ്ധനാണെന്ന് വളരെ വൈകിയ വേളയിലാണ് മനസ്സിലായത്. ദേഹഭാഗങ്ങളിൽ പലയിടത്തും തോലുപോയി വേദന കൊണ്ട് കരഞ്ഞപ്പോൾ അയാൾ ഉറക്കെ ചിരിച്ചു. അടുത്ത മുറിയിൽ ജോലിയിലേർപ്പെട്ട് കഴിഞ്ഞവൾ ഉറക്കെ പറഞ്ഞു, സാഹേബ്, അവളെ പിച്ചിത്തിന്നു തീർന്നാൽ എല്ലുകൾ കിടക്കയുടെ ചോട്ടിലെ പാത്രത്തിൽ ഇട്ടേക്കണേ. ഹാളും മുറികളും ശബ്ദമുഖരിതമായി. തെറിവാക്കുകളും പാശ്ചാത്യ സംഗീതവും കട്ടിലുകളുടെ ഞരക്കങ്ങളും വേദനയുടെ മൂളലുകളും ചിരി വരാതെയുള്ള ചിരികളും അസമയത്തെ പൊട്ടുചിരികളും ഒന്നിനുമല്ലാത്ത കിതപ്പുകളും. വേനലിൻ്റെ അവസാനം വായുവിൽ പൊടി നിറഞ്ഞു. സൂര്യൻ വിളറി വരണ്ട് ഉദിച്ചു. അസ്തമയങ്ങളുടെ ശോണിമ അന്തരീക്ഷത്തിലെ പൊടിയിൽ നഷ്ടപ്പെട്ടു. ഗട്ടറുകൾ പോലും ഉണങ്ങി വരണ്ടു. സോഡയും പഴനീരും സർവത്തും വിൽക്കുന്ന കടകൾക്ക് മുന്നിൽ രണ്ടാമത്തെ സിനിമ കഴിയുന്നത് വരെ ആളുണ്ടായി. നടപ്പാതയിലെ ബഞ്ചുകളിൽ വളരെ വൈകുവോളം വൃദ്ധന്മാർ ഇരുന്നു. ചൂടുള്ള പാൽ വിൽക്കുന്ന ബനിയയുടെ കടയിലെന്നല്ല, തെരുവിൽ പൊതുവെ വേനൽക്കാലം പഞ്ഞകാലമാണ്. ചൂടും വിയർപ്പും വിങ്ങലും ചൂടുപാലിനെന്ന പോലെ തെരുവിനും ദോഷം ചെയ്യുന്നു. തെരുവിലെ തിരക്ക് കുറയുന്നു. അസഹ്യമായ ചൂടിനാൽ ഉറങ്ങുന്നവർ വൈകിയേ ഉണരുകയുള്ളൂ. തളർച്ചയുടെ ദിവസങ്ങൾ. ഏറ്റവും ഉണർവുള്ള കാലം തണുപ്പുകാലമാണ്. മഞ്ഞു പുതച്ചു നിൽക്കുന്ന പ്രഭാതങ്ങളും സന്ധ്യകളും. ഒരു കൊച്ചു രഹസ്യത്തിൻ്റെ കുളിരുള്ള രാത്രികൾ. ഭാമ ക്ഷേത്രത്തിലെത്തിയപ്പോൾ നേരത്തെ ദർശനത്തിനു വന്നവർ മടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇഷ്ടിക പതിച്ച തറയിൽ വാടിക്കിടന്നു. ചുറ്റമ്പലത്തിൽ ആരും ഇല്ല. പിച്ചക്കാർ പോലും മറ്റ് താവളങ്ങൾ തേടി യാത്രയായി. ഭഗവാനും ശാന്തിക്കാരനും മാത്രമാണ് അവശേഷിച്ചത്. സേഠ്ജിയുടേതാണ് ക്ഷേത്രം. ശാന്തിക്കാരൻ ശമ്പളക്കാരനാണ്. ചുമലുകളിൽ രോമവും പല്ലുകളിൽ പുകയിലക്കറയും വളരെ വലിയ നാസാദ്വാരങ്ങളുമുള്ള ഒരു മധ്യവയസ്കൻ. നഗരം ഉണ്ടാക്കുന്നതിനു മുമ്പുള്ള ക്ഷേത്രമാണെന്നാണ് വിശ്വാസം. കച്ചവടത്തിന് കുടിയേറിപ്പാർത്ത പ്രപിതാമഹന്മാർ കൊണ്ടുവന്നു പ്രതിഷ്ഠിച്ച ഭഗവാനെ സേഠ്ജി മുറപോലെ സംരക്ഷിക്കുന്നു. ശാന്തിക്കാരൻ ഒറ്റത്തടിയാണ്. ഭാര്യയും കുട്ടികളുമില്ല. അമ്പലത്തിനോടനുബന്ധിച്ചുള്ള മണ്ഡപത്തിൽ ഉറങ്ങുന്നു. അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നു. പേര് ഒരൽപ്പം നീണ്ടതാണ്, ഗോപാലകൃഷ്ണ കല്യാൺകർ. പക്ഷേ ആൾ കുറിയതാണ്. ഉരുണ്ടുരുണ്ടാണ് നടക്കുക. വിവാഹം കഴിക്കാൻ മറന്നുപോയതാണോ, അതോ കല്യാൺകറെ വിവാഹം കഴിക്കാൻ സ്ത്രീകൾ എല്ലാവരും തന്നെ ഒരുമിച്ച് മറന്നുപോയതാണോ എന്ന് സേഠ്ജി ചോദിക്കാറുണ്ട്. കല്യാൺകറുടെ മുഖത്ത് ഗംഭീരമായ നാണം വിരിയും. കാണേണ്ട കാഴ്ചയാണത്. കണ്ണുകൾ പാതി അടയും. സ്വതവേ വികസിച്ചു നിൽക്കുന്ന നാസാരന്ധ്രങ്ങൾ കൂടുതൽ വികസിക്കും. പുകയിലക്കറ പുരണ്ട പല്ലുകൾ പുറത്തു കാണാതിരിക്കാൻ തടിച്ച ചുണ്ടുകൾ മുറിവ് കൂടുന്ന പോലെ അടയും. നടുവിൽ പൊറ്റ പോലെ തുറച്ചു നിൽക്കുകയും ചെയ്യും. മാറത്തെയും ചുമലിലെയും ചെവിയിലെയും രോമങ്ങൾ ഒന്നുകൂടി ചുരുണ്ടുപോകുന്ന പോലെ തോന്നും. കൈകൾ ചേർത്ത് പിടിച്ച് തുടകൾക്കിടയിൽ തിരുകി മുഖം അല്പം കുനിക്കും. പരുപരുത്ത കൈപ്പത്തികളും തടിച്ച വിരലുകളും വളരെ വലിയ നഖങ്ങളുമാണ്. വിരലുകളിലും രോമങ്ങളാണ്. പരന്ന കാലടികളിൽ നിന്ന് അറ്റം തടിച്ച വലിയ വിരലുകൾ ഇറങ്ങി ഓടുന്ന പോലെ നിൽക്കും. കല്യാൺകർ ദശകങ്ങളായി പൂജ നടത്തുന്നു. എല്ലാം കൃത്യം. എന്തെങ്കിലും അസുഖമായതിൻ്റെ പേരിൽ ഒരു ദിവസവും ഒരു പൂജയും മുടങ്ങിയിട്ടില്ല. മന്ത്രങ്ങളും വിധികളും കടുകട്ടിയാണ്. വ്രതവും ശുദ്ധവും പിഴയറ്റതാണ്. അങ്ങനെയെല്ലാം വേണം എന്ന ആശയപരമായ നിർബന്ധം കൊണ്ടൊന്നുമല്ല. അങ്ങനെയാണ് ശീലിച്ചതെന്നു മാത്രം. മറ്റൊന്നും ശീലിച്ചിട്ടുമില്ല. വിശേഷാവസരങ്ങളിൽ വല്ലപ്പോഴുമേ സേഠ്ജി ക്ഷേത്രത്തിൽ വരാറുള്ളൂ. അഷ്ടമിക്കും പൗർണമിക്കും മുടക്കമില്ല. കൃഷ്ണാഷ്ടമി ഉത്സവകാലമാണ്. വിശേഷാൽ പൂജയുമുണ്ട്. കുചേലൻ്റെ അവിലാണ് പ്രധാന പ്രസാദം. നേദിക്കാൻ കൊടുക്കുന്നതിനു മുമ്പ് തന്നെ പേരിനൊരു കല്ല് അതിൽ ഇടും. കല്ലും മണ്ണുമുള്ള അവിലാണല്ലോ കുചേലൻ ഭഗവാന് കാണിക്കയായി കൊണ്ടുപോയത്. കല്ലുതന്നെയാണല്ലോ മണ്ണും. പൊടിഞ്ഞെന്നല്ലേയുള്ളൂ. കോടികളുടെ അധിപനായ സേഠ്ജിയും
ഈ അവിൽ തന്നെ നിവേദിക്കുന്നു. കോടികൾ ഭഗവാന്റേതാണല്ലോ. സേഠ്ജി പരമദരിദ്രനും അത് അങ്ങനെ തന്നെയാണെന്ന വിശ്വാസവും സേഠ്ജിക്കുണ്ട്. പൂക്കടയിൽ കരാറാണ്. ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂക്കൾ പാതിരായ്ക്കു തന്നെ കൃത്യമായി എത്തും. പിന്നെ ഭക്തജനങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ക്ഷേത്രം അടിച്ചുവാരുന്നതും വൃത്തിയാക്കുന്നതും ശാന്തിക്കാരൻ തന്നെയാണ്. പരാതികളില്ല, അവകാശവാദങ്ങളില്ല, പിറുപിറുപ്പുകളില്ല. ഏതു പണക്കാരനായാലും പാവമായാലും ദർശനത്തിന് വരുന്നവരെല്ലാം കല്യാൺകർക്ക് ഒരുപോലെയാണ്. എല്ലാവരോടും ഒരേ ഭാവമാണ്. സേഠ്ജിയോടും ഇതുതന്നെയാണ് ഭാവം. കല്യാൺകർ ക്ഷേത്രത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. തെരുവിൻ്റെ അങ്ങേയറ്റത്ത് ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. അവിടെയാണ് ജനിച്ചത്. അമ്മ നേരത്തെ മരിച്ചുപോയി. 2 വയസ്സുള്ള മകനെ അച്ഛൻ പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും, കുളിപ്പിക്കും. ക്ഷേത്രത്തിനകത്ത് കരിങ്കൽ തറയിൽ കിടത്തും. ജോലികളിൽ ഏർപ്പെടും. ഉണർന്നു കരഞ്ഞാൽ ഒരു ശർക്കരത്തുണ്ടമോ, ഒരു പിടി അവിലോ, ഒരു കഷ്ണം നാളികേരമോ, ഏറിയാൽ ഒരു കൊച്ചു കദൽപ്പഴമോ നൽകും.